ഞാനൊന്ന് അമ്മച്ചിയോട് പറഞ്ഞിട്ട് വരാം. അവൻ്റെ അനുവാദത്തിനായി അവൾ കാത്തുനിന്നു. ശരി, പറഞ്ഞിട്ട് വാ. അവൻ ചിരിയോടെ തന്നെ സമ്മതിച്ചിരുന്നു. അവൾ മുറി വിട്ടിറങ്ങിയപ്പോഴേക്കും അവളുടെ സുഗന്ധം മുറിയിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് അവന് തോന്നി. വെളിച്ചെണ്ണയുടെയും ചന്ദ്രികാ സോപ്പിൻ്റെയും ഒക്കെ ഇടകലർന്ന ഒരു ഗന്ധം ആ മുറിയിൽ വ്യാപിച്ചു നിന്നു. അത് അവളുടെ ഗന്ധമാണെന്ന് അവന് തോന്നി. ഇന്നലെ അവളോടൊപ്പം കിടന്ന നിമിഷം മുതൽ, അവളുടെ സാന്നിധ്യം അറിഞ്ഞ നിമിഷം മുതലാകെ ഈ ഗന്ധം ഈ മുറിയിൽ നിറയുന്നുണ്ട്. ഒരു നിമിഷം മനസ്സിൽ അവൾ മാത്രമായി മാറിയിരുന്നു അവന്. ഇത്തരമൊരു അനുഭവത്തിലൂടെ താൻ ആദ്യമായി കടന്നു പോവുകയാണെന്ന് റോയ്ക്ക് തോന്നിയിരുന്നു. മനസ്സിൽ മറ്റാരുമില്ലാതെ ശൂന്യമായ ഒരുവളുടെ മുഖം മാത്രം. ഇത്തരമൊരു അനുഭൂതി ഇതിനു മുൻപ് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇതാണോ പ്രണയമെന്ന് പോലും അവൻ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഒരാളിലേക്ക് മാത്രം തൻ്റെ ലോകം ചുരുങ്ങിയതുപോലെ. നിമിഷങ്ങളിൽ ഓരോന്നും തെളിമയോടെ തെളിയുന്ന മുഖം ഒരുവളുടേത് മാത്രം. അവൾ നേരെ പോയത് സിസിലിയുടെ അരികിലേക്കായിരുന്നു. അടുക്കളയിൽ ഇരുന്ന് എന്തോ കാര്യമായി ചെയ്യുകയായിരുന്നു സിസിലി. അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവർ പച്ചരി വറുക്കുകയായിരുന്നു എന്ന് അവൾ കണ്ടത്. പെട്ടെന്ന് അവളെ ഒരുങ്ങി നിൽക്കുന്ന വേഷത്തിൽ കണ്ടപ്പോൾ അവരും ഒന്ന് സംശയിച്ചിരുന്നു. പിന്നീട് അവൾ അവരുടെ അരികിലായി വന്നുകൊണ്ട് പറഞ്ഞു, അമ്മച്ചി, ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോട്ടെ. റോയ് ചായൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. അവരുടെ അനുവാദത്തിന് എന്നതുപോലെ അവൾ കാത്തുനിന്നു. പോകാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ, പിന്നീട് എന്തിനാണ് എന്നോടൊരു ചോദ്യമൊക്കെ? അവരുടെ വാക്കുകളിൽ നീരസം തെളിഞ്ഞു നിന്നിരുന്നു. പെട്ടെന്നൊരു ദിവസം മകൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ മറ്റൊരാൾ അവകാശിയായി വന്നതിൻ്റെ പരിഭവം ഏതൊരമ്മയെയും പോലെ അവർ തീർക്കുന്നതാകും എന്നാണ് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളത് വലിയ കാര്യമായി എടുത്തിരുന്നില്ല. കണ്ട നിമിഷം മുതൽ ഇന്ന് വരെ റോയിയുടെ സ്വഭാവത്തിൽ ഒന്നും തനിക്ക് മോശമായി തോന്നിയിട്ടില്ല. അതിന് പിന്നിൽ മികച്ച ഒരമ്മയുടെ ഗുണദോഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിന് താൻ ഈ അമ്മയ്ക്കാണ് നന്ദി പറയേണ്ടത്. ഇത്രയും മികച്ചൊരു വ്യക്തിത്വമായി അയാളെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരമ്മയുടെ കരുതലും സ്നേഹവും ശിക്ഷണവും തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശാസനകളൊന്നും അവൾക്കൊരു വിഷയമായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരുതി റോയ് ചായൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന്. കരയാൻ വെമ്പി നിൽക്കുന്നവളെ കണ്ടപ്പോൾ സിസിലിക്കും അല്പം സഹതാപം തോന്നിയിരുന്നു. ഏതായാലും പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, പോയിട്ട് വാ. അവളുടെ മുഖഭാവം കണ്ട് അവരങ്ങനെ പറഞ്ഞു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്ന അവളെ ഒരിക്കൽ കൂടി സിസിലി വിളിച്ചു. അവൾ നിന്നതും അവരടുത്തേക്ക് വന്നു. അവളുടെ കഴുത്തിലേക്ക് നോക്കി. ഷോളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മാല മുന്നിലേക്ക് വലിച്ചിട്ടു. കുറച്ചു മുൻപ് അവളോട് തോന്നിയ സഹതാപം പെട്ടെന്ന് തന്നെ ദേഷ്യത്തിന് വഴിമാറുന്നത് അവരറിഞ്ഞിരുന്നു. പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ അവർ നോക്കി. ശേഷം ചോദിച്ചു, രാവിലെ വരെ ഇങ്ങനെയൊരു സാധനം നിന്റെ കഴുത്തിൽ കിടപ്പില്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ ഇത് എവിടുന്ന് പൊട്ടിമുളച്ചു? അത് റോയ് ചായൻ. വാക്കുകൾക്കായി അവൾ പരതുന്നത് കണ്ടപ്പോൾ തന്നെ കാര്യം അവർക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ പള്ളിയിൽ വെച്ചൊരു കെട്ടുകല്യാണത്തിനെ പറ്റി നിങ്ങൾ രണ്ടും ആലോചിക്കുന്നില്ല എന്നല്ലേ സാരം? ഇനി നിങ്ങളുടെ ഒരു കാര്യങ്ങളും എന്നോട് പറയണ്ട. അവരുടെ പ്രതിഷേധം അറിയിച്ച് അവർ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. ദേവികയ്ക്ക് വേദന തോന്നിയിരുന്നു. അങ്ങോട്ട് പോയ സന്തോഷമില്ലാതെ തിരികെ മുറിയിലേക്ക് കയറി വരുന്നവളെ എന്ത് എന്ന അർത്ഥത്തിൽ റോയ് ഒന്ന് നോക്കി. അവൻ കാര്യം ചോദിക്കാതെ തന്നെ അവളുടെ മുഖം കണ്ടപ്പോൾ അടുക്കളയിൽ എന്തോ മോശമായ സംഭവം നടന്നിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി. അമ്മച്ചി എന്താ പറഞ്ഞത്? അവളെ ശ്രദ്ധിക്കാതെ കണ്ണാടിയിൽ നോക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. അമ്മച്ചി എൻ്റെ മാല കണ്ടു. പിന്നീട് പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ കാര്യമൊന്നും പറയണ്ട എന്നും പറഞ്ഞു. വിങ്ങലോടെ അവൾ പറഞ്ഞു. അത്രയുള്ളോ? അത് സാരമില്ല. എന്തിനാ ഇങ്ങനെ? ഞാൻ കാരണം വഴക്കും വയ്യാവേലിയും ഒക്കെ വീട്ടിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കാണുന്നത് തന്നെ എനിക്ക് സങ്കടമാണ്, ദേവിക പറഞ്ഞു. എന്തു ചെയ്യാനാ? ഇപ്പം അമ്മച്ചി പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ മതം മാറി പള്ളിയിൽ വെച്ച് കല്യാണം എന്തൊരു നാണക്കേടായിരിക്കും. ഇതിപ്പോൾ ഞാനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു എന്ന് അവൾ എൻ്റെ ഭാര്യയായി എൻ്റെ വീട്ടിൽ കഴിയുന്നു. ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം തന്നെ മതം മാറാനോ പള്ളിയിൽ വെച്ച് തന്നെ കല്യാണം കഴിച്ച് മര്യാദരാമനാകാനുമൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിച്ചു. പിന്നെ താലി കെട്ടിയത് വിവാഹം കഴിഞ്ഞ് ഏതൊരു പെൺകുട്ടിയുടെയും ആഗ്രഹമാണ് കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന ഒരു താലി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിന്നു കെട്ടിയത്.
എൻ്റെ വിശ്വാസത്തിലും നിന്നാണ് ഞാൻ മിന്നുകെട്ടിയത്. അതുപോലെ തനിക്കും തൻ്റേതായ വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല എന്ന്. കുറച്ച് ദിവസം കൂടി ഇതിനെപ്പറ്റി സംസാരം കാണും. പിന്നീട് അവരൊക്കെ അത് മറന്നോളും. താനിത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഇങ്ങനെ വഴക്കൊക്കെ ഇവിടെ പതിവാണ്. നമുക്ക് വേഗം ഇറങ്ങണം. അത്രയും പറഞ്ഞ് അവൻ വണ്ടിയുടെ താക്കോലും എടുത്ത് പുറത്തേക്ക് പോയപ്പോൾ അവളും അവനെ അനുഗമിച്ചിരുന്നു. ഇരുവരും ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു റാണിയെ കാണുന്നത്. നിങ്ങൾ എവിടെ പോവാ? റാണി ചോദിച്ചു. എൻ്റെ വീട്ടിലേക്ക് പോവായിരുന്നു. ഇങ്ങനെയാണോ വീട്ടിലേക്ക് പോകുന്നത്? നല്ലൊരു ചുരിദാറിടണ്ടേ? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിലേക്ക് പോകുന്നതല്ലേ? എങ്ങനെയാണെന്ന് ഇതുവരെ ചേച്ചിക്ക് അറിയില്ലേ? ഒരു പൊട്ട് പോലും തൊട്ടിട്ടില്ല. ഞാൻ തരാം. അവളെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്ന റാണിയെ കണ്ടപ്പോൾ റോയിക്ക് സമാധാനം തോന്നിയിരുന്നു. പെട്ടെന്ന് തന്നെ വാതിലിൽ പ്രത്യക്ഷപ്പെട്ട സിസിലിയുടെ കൂർപ്പിച്ച മുഖം കണ്ടപ്പോൾ റോയിക്ക് ചിരിയാണ് വന്നത്. നീ ഏതായാലും ഞങ്ങൾ ആരും അറിയാതെ അവളെ താലി കെട്ടിയല്ലോ. ഇപ്പൊ പൂർണ്ണമായി. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ പെറ്റ തള്ളയല്ലേ. നീ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കുന്നത് കാണാനും വീട്ടിലേക്ക് വിളിച്ചു കയറ്റാനുമൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അത് നീ മറക്കരുത്. ഇന്നോ നാളെയോ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അങ്ങ് പോകുമ്പോൾ നീ ഓർത്ത് വിഷമിക്കും. നോക്കിക്കോ. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ വന്നിരുന്നു. തോളിൽ കിടന്ന തോർത്തുകൊണ്ട് ആ കണ്ണുനീരൊപ്പി വിങ്ങിപ്പൊട്ടി അവർ അടുക്കളയിലേക്ക് കയറിപ്പോയപ്പോൾ ഒരു നിമിഷം റോയിക്കും വേദന തോന്നിയിരുന്നു. വെറുതെ തന്നോടുള്ള വിദ്വേഷത്തിൻ്റെ പുറത്ത് അവർ പറഞ്ഞതല്ല എന്നും അവരുടെ മനസ്സിൽ നിന്നും വന്ന വേദനയായിരുന്നു അത് എന്നും അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് ചെന്നിരുന്നു. അമ്മയുടെ അരികിൽ ചെന്ന് അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചു. ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റിയായിരുന്നു അവർ അതിനുള്ള പ്രതിഷേധം കാണിച്ചത്. അമ്മച്ചി, അവൻ ഒരിക്കൽ കൂടി വിളിച്ചു. അവരുടെ പ്രതിഷേധങ്ങളൊക്കെ അലിഞ്ഞു പോയിരുന്നു. ഞാൻ എന്ത് ചെയ്താലും അതിന് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാകുമെന്ന് അമ്മച്ചിക്ക് അറിയാമല്ലോ. എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്നൊരു പെൺകൊച്ച്. അപ്പോൾ അവളെ ഞാൻ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? ഒരു പെൺകൊച്ചിനെ നീ വിഷമിപ്പിക്കരുതെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അമ്മച്ചി തന്നെയല്ലേ? ആ അമ്മച്ചി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്കും അവളുടേതായിട്ടുള്ള വിശ്വാസങ്ങളില്ലേ? എന്നിട്ടും നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാവാതിരിക്കാൻ എല്ലാം സഹിച്ച് എന്നോട് അവൾ പറഞ്ഞതാണ് അവൾക്ക് സമ്മതമാണെന്ന്. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. എത്രയൊക്കെ പറഞ്ഞാലും ഉള്ളിൽ സങ്കടം കാണും അമ്മച്ചി. ഒരു പെങ്കൊച്ചിൻ്റെ മനസ്സ് വേദനിപ്പിച്ച് അമ്മച്ചിക്ക് സന്തോഷം വേണോ? അതുകൊണ്ട് അമ്മച്ചി എന്നോട് പിണക്കം കാണിക്കല്ലേ. അവളെ മറ്റൊരു മതത്തിലേക്ക് ഞാൻ നിർബന്ധിച്ച് മതം മാറ്റിയിട്ട് ഞാൻ ഈ മീശ വെച്ചുകൊണ്ട് നടക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പാവം കൊച്ചാണ് അമ്മച്ചി. ഞാൻ ഇന്നുവരെ എടുത്തിട്ടുള്ള ഒരു തീരുമാനങ്ങളും തെറ്റായിട്ടില്ലെന്ന് അമ്മച്ചിക്ക് അറിയാലോ. എന്ത് കാര്യവും ചാടിക്കയറി തീരുമാനിക്കുന്ന ഒരാളല്ല ഞാൻ. നന്നായി ആലോചിച്ച് മാത്രമേ എന്ത് കാര്യത്തിലും തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചുമ്മാ ചാടിക്കയറി ഒരു തീരുമാനം എടുക്കുമെന്ന് അമ്മച്ചിക്ക് തോന്നുന്നുണ്ടോ? അവരുടെ തോളിൽ കിടന്ന തോർത്ത് ശരിക്കിട്ട് കണ്ണുനീരൊപ്പി അവൻ പറഞ്ഞു. മോനെ റോയ്, സിസിലി അവനെ നോക്കി വിളിച്ചു. അവൾ അവളുടെ മതത്തിൽ തന്നെ വിശ്വസിക്കട്ടെ. അത്രയ്ക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്കെന്നൊന്ന് വെച്ച് ആലോചിച്ച് ചെയ്യാം. ഇതിൻ്റെ പേരിൽ അമ്മച്ചി ഇനി ഈ വീട്ടിൽ എൻ്റെ സ്വസ്ഥത കളയരുത്. അവൻ്റെ വാചകത്തിൽ അവർക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു. സത്യമാണ്. ഓർമ്മ വെച്ച കാലം മുതൽ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളവനാണ്. ഒരിക്കലും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ തന്നെ പെങ്ങളുടെ വിവാഹവും ഒറ്റയ്ക്ക് നിന്നാണ് നടത്തിയത്. അപ്പൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് നഷ്ടമായത് അവൻ്റെ ഭാവിയായിരുന്നു. എന്നിട്ടും ഒരു പരാതിയും പറയാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മച്ചിയുടെ കണ്ണുനീര് കണ്ട് പഠിത്തം പാതി വഴിയിൽ നിർത്തി ജോലിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അവന് വേണ്ടി അവൻ ഇന്നുവരെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ആദ്യമായാണ് അവൻ്റേതായ ഒരിഷ്ടം അവൻ കണ്ടെത്തുന്നത്. അതിൽ തെറ്റു പറയാനും പാടില്ല. മറുപടിക്ക് കാക്കാതെ അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവനെ കാണെ സിസിലിക്കും വേദന തോന്നിയിരുന്നു. തൻ്റെ മകനെ മനസ്സിലാക്കുവാൻ തനിക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുന്നത്? ഒരു കണക്കിന് പറഞ്ഞാൽ അവൻ ചെയ്തത് വലിയ കാര്യമല്ലേ? ഒന്നും നോക്കാതെ ഒരു മാർഗവുമില്ലാത്ത ഒരു പെൺകുട്ടിയെ
സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല മനസ്സുള്ള ഒരുവന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അവളെ അവളുടെ വിശ്വാസത്തിൽ തന്നെ അടിയുറച്ച് നിർത്തിക്കൊണ്ട് ഒരു ജീവിതം നൽകുക എന്ന് പറയുന്നതും നല്ലൊരു പുരുഷ ലക്ഷണം തന്നെയാണ്. അവനെ താൻ കുറ്റം പറയാൻ പാടില്ല എന്ന് സിസിലി ചിന്തിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടിരുന്നു. രണ്ടാളും പോയി കഴിഞ്ഞുവെന്ന് സിസിലിക്ക് മനസ്സിലായി. ഇനിയും ഈ പോര് വേണ്ട എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങണ്ടേ? മൗനത്തെ ഭേദിച്ചുകൊണ്ട് റോയ് ചോദിച്ചപ്പോൾ എന്തു മറുപടി പറയണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. ഒന്നും വാങ്ങണ്ട, പതിഞ്ഞ രീതിയിൽ അവൾ പറഞ്ഞു. അങ്ങനെയല്ലല്ലോ, വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങേണ്ടതല്ലേ? അടുത്തുള്ളൊരു ബേക്കറിയുടെ മുൻപിൽ വണ്ടി നിർത്തി. അവൻ താൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടു വന്നു അവളുടെ കൈകളിലേക്ക് കൊടുത്തിരുന്നു. വീടിനടുത്തുള്ള സമയം അടുക്കുംതോറും അവൾക്ക് മനസ്സിൽ വല്ലാത്തൊരു സമാധാനം നിറഞ്ഞിരുന്നു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എവിടെ പോയി വരുമ്പോഴും തിരികെ നമുക്ക് പരിചിതമായ ആ വഴി കാണുമ്പോൾ മനസ്സിൽ അലയടിക്കുന്ന സമാധാനത്തിന് അതിരുകളില്ല. നമ്മുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞ വഴിത്താര, നമ്മുടെ എല്ലാ മോഹങ്ങളും അവിടെയായിരുന്നു. നമുക്ക് മാത്രം പരിചിതമായ ഒരുപിടി സന്തോഷങ്ങൾ നൽകുന്ന ഇടം. വീട്ടുമുറ്റത്ത് ഓട്ടോ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വരുന്ന അതിഥിയെ പോലെയായിരുന്നു അവൾക്ക് തോന്നിയിരുന്നത്. ചാടിയിറങ്ങി വീടിനടുത്തേക്ക് കയറുമ്പോൾ എല്ലാവരെയും കാണുവാനായിരുന്നു മനസ്സാദ്യം തന്നെ തുടിച്ചത്. ദേവു ചേച്ചി ഓടി വന്ന് സ്നേഹത്തോടെ ഗോപു കൈകളിൽ പിടിച്ചപ്പോൾ ദേവികയ്ക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു. അച്ഛൻ എവിടെ? കയ്യിലെ കവറുകൾ അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ദേവിക ചോദിച്ചു. ഇപ്പം വരും, നിങ്ങൾ വരുന്ന കാര്യം ചേട്ടൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്, ഇപ്പം വരും, ചേട്ടൻ കയറി വായു. വലിയ സ്നേഹത്തോടെ അവൾ റോയിയെ ക്ഷണിക്കുന്നത് കണ്ടപ്പോഴാണ് അവനൊപ്പം ഉണ്ടായിരുന്നല്ലോ എന്ന കാര്യം ഒരു നിമിഷത്തേക്കെങ്കിലും താൻ വിസ്മരിച്ചു പോയി എന്ന സത്യം ദേവിക ഓർക്കുന്നത്. വരാം, നിങ്ങൾ സംസാരിക്കും. രാഘവേട്ടൻ വരട്ടെ, ഞാൻ ഇവിടെ നിൽക്കാം. ചേച്ചി വാ. അമ്മ ചേച്ചിയെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അമ്മയെ കാണുന്നില്ലേ? ഗോപിക അകത്തേക്ക് പോയപ്പോൾ ദേവിക അവൻ്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു. പിന്നെ കാണണം. അമ്മയെ കാണാതെ പോകുമോ ഇവിടെ വരെ വന്നിട്ട്? താൻ അകത്തേക്ക് ചെല്ല്. തനിക്കല്ലേ ഇപ്പോൾ വീട്ടുകാരെ മാറി നിന്നതിൻ്റെ വിഷമം. ഒക്കെ എല്ലാവരെയും ചെന്ന് കണ്ട് മതിയാവും വരെ വിശേഷങ്ങളൊക്കെ പറ. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. റോയ് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തന്നെ അവൾ അകത്തേക്ക് കയറിയിരുന്നു. തനിക്ക് പരിചിതമായ സ്ഥലങ്ങളിലൊക്കെ താൻ ഒരു അതിഥി ആയതുപോലെ അവൾക്ക് തോന്നിയിരുന്നു. അടുക്കള പൂർണ്ണമായും ഗോപിക ഏറ്റെടുത്തു എന്ന് തോന്നി. എങ്കിലും അരികിലേക്ക് ചെന്ന് നിന്നു. നീ മാറിക്ക്, ഞാൻ ചെയ്യാം. തേയില ഇടാൻ തുടങ്ങി അവളുടെ കയ്യിൽ നിന്നും തേയിലപ്പൊടിയും പഞ്ചസാരയും വാങ്ങിക്കൊണ്ട് ദേവിക പറഞ്ഞു. ചേച്ചി വിളിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. എങ്ങനെ ചേച്ചി, അവിടെ കുഴപ്പം വല്ലതും ഉണ്ടോ? ഉള്ളിൽ നിറഞ്ഞ സംശയത്തോടെ ഗോപിക ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവരെല്ലാവരും നല്ല ആളുകൾ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാ. ഗോപികയുടെ മുഖത്ത് ഒരാശ്വാസം നിറഞ്ഞിരുന്നു. അയാൾ, ആ വൈശാഖൻ, ചേച്ചിയെ പിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്തോ? മടിച്ചായിരുന്നു ഗോപിക ചോദിച്ചത്. പരമാവധി ശബ്ദം താഴ്ത്തിയതും ആ പേര് കേട്ടതും അവളുടെ മനസ്സിൽ ഒരു വല്ലായ്മ തോന്നിയിരുന്നു. ഇല്ല. ഒറ്റ വാക്കിൽ ദേവിക മറുപടി ഒതുക്കി. ചതിയൻ. എന്തൊക്കെയായിരുന്നു അയാൾ ഇവിടെ വന്നു പറഞ്ഞത്? തേനിൽ പുരട്ടിയ വാക്കുകൾ. അവസാനം രജിസ്റ്റർ ഓഫീസിന് മുൻപിൽ വരെ കൊണ്ടുചെന്ന് നിർത്തി അയാൾ നമ്മളെ നാണം കെടുത്തി. ഗോപികയുടെ വാക്കുകളിൽ ദേഷ്യം വന്നിരുന്നു. അയാൾക്ക് അച്ഛനെ ഇത്ര പേടിയായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയത്? അതൊക്കെ കഴിഞ്ഞില്ലേ ഗോപു? ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, എത്താത്ത കൊമ്പാണ് അതെന്ന്. അതിൽ പിടിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ലെന്ന് നിങ്ങളുടെ നിർബന്ധത്തിന് ഞാൻ നിന്ന് തരികയായിരുന്നില്ലേ? ആ ഓർമ്മയിൽ അവളുടെ ചിന്തകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. അതുകൊണ്ട് ചേച്ചിക്ക് ജീവിതം നഷ്ടമായെന്ന് തോന്നുന്നുണ്ടോ? ഗോപികയുടെ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.